ഈ പോലീസ് സ്റ്റേഷന്റെ പരിസരത്തൊക്കെ തന്നെ ഉണ്ടമ്മേ. ആ അത് നന്നായി. അല്ല എന്തായി കാര്യങ്ങള്? എന്താവാൻ, എസ് ഐ നമ്മുടെ സ്വന്തം ആളല്ലേ. ആവശ്യത്തിന് പണം ഞാൻ ഭാര്യ അറിഞ്ഞിട്ടുണ്ട്. അവളെ കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്തുള്ള വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക്. ഋതികയെ കുരുക്കാനുള്ള ഒരു കെണി നീ ഒരുക്കി വെച്ചോ? രാജു ജയിലിലായതുകൊണ്ട് ഇനി അവളെ സംരക്ഷിക്കാൻ ആരുമില്ലല്ലോ. ഈ അവസരം നമ്മൾ ഉപയോഗിക്കുന്നു. ശരിയമ്മേ, ഞാൻ വേണ്ടത് ചെയ്തോളാം. ആ ദീപകെ, ഒരു കാര്യം, അടുത്ത കാലത്തൊന്നും രാജു ജയിൽ മോചിതനാവരുത്. കുറഞ്ഞതൊരു 2-3 വർഷത്തേക്കെങ്കിലും അവൻ പുറം ലോകത്തേക്ക് വരരുത്. ആ കാലയളവിനിടയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് സുവർണ ദിവസങ്ങളാ. അതെ അമ്മേ, അവൻ അകത്ത് കിടക്കുന്ന സമയം കൊണ്ട് ഋതികയും അതുവഴി അമ്മാവന്റെ സ്വത്തും ഞാൻ സ്വന്തമാക്കും. എല്ലാം നടക്കൂടാ മോനെ, നീ ധൈര്യമായിട്ടിരിക്കെ. പിന്നെ ആദ്യം നീ അവൾക്കൊരു കെണി വെച്ച് കൊടുക്ക്. അത് ഞാൻ ഏറ്റമ്മേ. ഹലോ, കാറിടിച്ച് ഒരാളെ കൊല്ലാറാക്കിയിട്ടിട്ട് നീ നിന്റെ അച്ഛന്റെ പിയുടെ തലയില് ആ കുറ്റം കെട്ടിവെച്ച് സ്വതന്ത്രമായിട്ട് നടക്കാന്ന് വിചാരിച്ചോ? ആരാ നിങ്ങള്? നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ഞാൻ ആരാണെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. നീയാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയെന്ന് പുറം ലോകം അറിഞ്ഞാ എന്താ ഉണ്ടാവും നിനക്കറിയോ? നിങ്ങൾ ആരാ? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങൾ ഞാനാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്ന് പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞ രാജു ജയിൽ മോചിതനാവും. എനിക്കും അത് തന്നെയാ വേണ്ടത്. നിങ്ങള് ഞാനാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഓ, അവനെ രക്ഷപ്പെടുത്താൻ നീ അത്രയൊക്കെ ചെയ്യൂ? നീ ദീപക്കാണോ? ദീപക്കോ? അതാരാ? അതാരെങ്കിലും ആവട്ടെ. ഞാൻ നിന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഹലോ, ഹലോ, നിങ്ങൾ ആരാ? ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. സ്വന്തം മകളുടെ കുറ്റം മറയ്ക്കാൻ പിയെ ബലിയാടാക്കിയ മന്ത്രി പ്രതാപനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. അപമാനം താങ്ങാനാവാതെ പ്രതാപൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും. നിങ്ങൾ എന്തിനാ എന്റെ അച്ഛനെ ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം നിസ്സാരം. നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഉപകാരം. എനിക്ക് അത്യാവശ്യത്തിന് കുറച്ച് പണവും കുറച്ച് സ്വർണവും വേണം. അത് നീ തന്ന നിന്റെ അച്ഛൻ സേഫ്. മറിച്ചാണെങ്കിൽ അറിയാലോ. നിങ്ങൾക്ക് എത്ര പണോ വേണ്ടത്? അങ്ങനെ വഴിക്ക് വാ മോളെ. അല്ല, നിനക്ക് രാജുവിനെ രക്ഷപ്പെടുത്തണ്ടേ? അച്ഛന് അത്രയ്ക്ക് ഇഷ്ടമാണോ? എങ്കിലേ അച്ഛന്റെ ജീവൻ രക്ഷിക്കാനുള്ള വില അത് നിനക്കിടാം. ഒട്ടും കുറവ് വരില്ലെന്ന് എനിക്കറിയാം. 2 മണിക്കൂറിനുള്ളിൽ ടൗണിന്റെ ഔട്ടറിലുള്ള 100 ഏക്കറിന്റെ പിന്നിൽ ഒരു ആൽമരത്തിന്റെ പുറകിൽ ക്യാഷും സ്വർണവും കൊണ്ടുവയ്ക്കണം. ഹലോ, ഹലോ, എന്താ ഋതിക? എന്താ പ്രശ്നം? പറയാം. മാഡം, ആ ആക്സിഡന്റിന്റെ പേരിൽ ഇപ്പോഴും ഭീഷണി കോളുകൾ വരുന്നുണ്ടെങ്കിൽ ഇതിനു പിന്നിൽ നല്ലൊരു ഗൂഢാലോചന തന്നെയുണ്ട്.
SI സാറിനും ഇതിൽ നല്ലൊരു പങ്കുണ്ട്. എന്തായാലും സ്വന്തം കൈ വെടിപ്പാക്കാൻ ആക്സിഡന്റിൽ മരിച്ചെന്ന് പറഞ്ഞ ആളുടെ ഫോട്ടോയൊക്കെ കൊണ്ടുവന്ന് കാട്ടി രാജുവിനെ കസ്റ്റഡിയിൽ വെച്ചതിന് ഒരു ന്യായമൊക്കെ വേണമല്ലോ. ദേ, ഇതാണ് ആക്സിഡന്റ് പറ്റിയ ആള്. ഇതോ? എന്താ മാഡം? ഇതല്ലല്ലോ ആക്സിഡന്റ് പെട്ടയാള്. പിന്നെ ദേ, ഇത് ഇവനോ? എന്താ ചേച്ചിക്ക് ഇയാൾ അറിയാമോ? എനിക്ക് മാത്രമല്ല, ഈ സ്റ്റേഷനിലെ മൊത്തം പോലീസുകാർക്കും ഇവനെ അറിയാം. ബ്ലൈഡ് രാജേഷ്, കുപ്രസിദ്ധ ക്രിമിനൽ. ഇവനാണ് ഇതിന്റെ പിന്നിലെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമായി മാഡം. ബ്ലൈഡിനെ അങ്ങ് തൂക്കിയാ മതി. മുന്നിലും പിന്നിലും നിൽക്കുന്നവരെയൊക്കെ നമുക്ക് അരിഞ്ഞു വീഴ്ത്താം. രാജേഷ്